ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഡിസൈൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അത് വെച്ച് ട്രേസ് എടുത്തിട്ടാണ് ഇന്ന് എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നെറ്റിൽ ഡൗൺലോഡ് ചെയ്താണ്, ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ്. അപ്പോൾ അത് ക്ലോത്തിൻ്റെ മേളിൽ വെച്ചിട്ടാണ്, ട്രേസ് എടുത്തിട്ടാണ് ഇന്നത്തെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ യെല്ലോ കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ക്ലോത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പ്രിൻ്റ് ഔട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി വരയ്ക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കാർബൺ കോപ്പിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതും ട്രേസ് എടുത്തിട്ട് ആണ് എംബ്രോയ്ഡറി ചെയ്യുന്നത് കേട്ടോ. വരയ്ക്കാൻ അറിയുന്നവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കാവുന്നതാണ്. എനിക്കിവിടെ വരയ്ക്കാൻ അത്ര അറിയാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എംബ്രോയ്ഡറി ചെയ്യാം. ഞാനിവിടെ സിൽക്ക് ത്രെഡാണ് എടുത്തേക്കുന്നത്, പിങ്ക് കളറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലവേഴ്സിന് മൊത്തം ഫില്ല് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഇതിന് ഫ്ലവേഴ്സിൻ്റെ സൈഡിലൊക്കെ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്, അതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്, എംബ്രോയ്ഡറി മെഷീനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഈ മെഷീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ചാനലിലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കാണാത്തവരാണെങ്കിലും ഒന്ന് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു ഗ്രീൻ ത്രെഡ് ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ സ്റ്റെമ്മും തണ്ടും കാര്യങ്ങളൊക്കെ ലീവ്സൊക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷനാണ് കേട്ടോ മെയിൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ലെഫ്റ്റിൽ ലീവ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഫ്രെയിം ഒന്ന് ജസ്റ്റ് റൈറ്റിലേക്ക് ഒന്ന് തിരിക്കണം. അതുപോലെ നമ്മൾ റൈറ്റിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിച്ചിട്ട് വേണം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ, എന്നാലാണ് ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഡോട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ യെല്ലോ കളർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് സിൽക്ക് ത്രെഡ് ഉണ്ടായിരുന്നില്ല, ഞാൻ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്തെടുക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ത്രെഡിൻ്റെ കളക്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ ഞാനിതിൻ്റെ ത്രെഡ് കുറച്ചധികം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഡിസൈനായിട്ട് കാണുന്നവരെ ബൈ ബൈ.